പിതാവിനും പുത്രനും പരിശുദ്ധരുഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ വന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് പല യാക്കോബയ പ്രസംഗകരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നറിയപ്പെടുന്ന മാർ അപ്രയം, വിശുദ്ധ അപ്രയം പിതാവ്, അദ്ദേഹം തങ്ങളുടെ മാത്രം പിതാവാണ്, അദ്ദേഹം ഒരു മിയാഫിസൈറ്റ് ആയിരുന്നു എന്നൊക്കെയുള്ള വാദഗതികൾ. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ലൈവ് കാണുവാനിടയായി. നമ്മുടെ ജിയുടെ പാസ്റ്റർ ഷിബു പീഡിയക്കലിൻ്റെ ലൈവായിരുന്നു. അതിനകത്തിലും ഇതേ ക്ലെയിം തന്നെ, റീഇൻ്റർപ്രിട്ടേഷൻ്റെ വിദഗ്ധനായ മോർ സെവറിയോസിനെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതേ ക്ലെയിം തന്നെ ഉന്നയിക്കുന്നത്. കൽക്കദോൻ സുനോദോസിൽ അപ്ഹോൾഡ് ചെയ്യപ്പെട്ട ടു നേച്ചേഴ്സ് എന്നുള്ള വാദത്തെ അപ്രയം പിതാവ് തൻ്റെ കവിതാശകലങ്ങളിൽ ഖണ്ഡിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിയാഫിസൈറ്റിക് ആയിട്ടുള്ള ചായ്വ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ട്, കൃതികളിലുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. മാത്രമല്ല, അവരുടെ സഭ അല്ലെങ്കിൽ യാക്കോബ സഭ മാത്രമാണ് അപ്രയം പിതാവിനെ ലിറ്റർജിക്കലി സംരക്ഷിച്ചത്. അതായത് അവരുടെ ലിറ്റർജിയിൽ ഒരുപാട് എക്സ്റ്റൻസീവ്ലി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത്തരത്തിൽ മറ്റൊരു സഭയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അപ്രയം പിതാവിൻ്റെ കൃതികൾ അല്ലെങ്കിൽ കവിതാശകലങ്ങളൊന്നുമേ അവർ ലിറ്റർജിയിൽ ഇല്ല. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഈസ്റ്റ് ആ സഭകൾക്കൊന്നും അത്തരത്തിലില്ല എന്നൊക്കെയുള്ള വാദഗതികളാണ്, വിചിത്രമായ വാദഗതികളാണ് ഇവർ ഉന്നയിക്കുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇത് ചരിത്രപരമായിട്ട് നിലനിൽക്കുന്ന വസ്തുതയാണോ അതോ വെറും പൊള്ളയായിട്ടുള്ള വാദങ്ങളാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും അപ്രയം പിതാവിൻ്റെ റൈറ്റിങ്സിലൂടെ നമുക്ക് കടന്നു ചെന്നിട്ട് വേണം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട്. മാത്രമല്ല, ലോകപ്രശസ്തരായിട്ടുള്ള സുറിയാനി പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഏവർക്കും കാത്തലിക് ട്രഡീഷൻസ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് കാലഘട്ടത്തിലാണ് അപ്രയം പിതാവ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ്. AD 306 373 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അപ്രയം പിതാവിൻ്റെ ജീവിതം എന്നുള്ളത്. കൽക്കദോൻ സുനോദോസ് നടക്കുന്നതാകട്ടെ AD 451. അതായത് കൽക്കദോൻ സുനോദോസിൻ്റെ ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാലം ചെയ്തു എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള വസ്തുത. ഇന്നത്തെ ഏറ്റവും മികച്ച അപ്രയം പണ്ഡിതൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രൂക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ നിരീക്ഷണത്തിൽ അപ്രയം പിതാവിൻ്റെ ദൈവശാസ്ത്രത്തെ ഒരിക്കലും പിൽക്കാലത്ത് വന്ന മിയാഫിസൈറ്റിക് ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ റൈറ്റിങ്സിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അപ്രയം പിതാവ് കവിതയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. എന്നാൽ കൽക്കദോൻ സുനോദോസ് പിൽക്കാലത്തിൽ നിർവഹിച്ച വിശ്വാസ സത്യങ്ങളുടെ കൃത്യമായ അന്തസത്ത അപ്രയം പിതാവിൻ്റെ വരികളിൽ നിന്നും തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള വസ്തുത. നമുക്ക് വിശുദ്ധ അപ്രയം പിതാവിൻ്റെ വരികളിലൂടെ തന്നെ പോകാം. ഈ ഉദ്ധരണികളൊക്കെ ലോകപ്രശസ്ത സുറിയാനി പണ്ഡിതന്മാരൊക്കെ അപ്രയം പിതാവിൻ്റെ എന്ന് കൃത്യമായി ഡയറക്റ്റ് കോട്ട്സ് ആണെന്നുള്ള അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള വരികൾ തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്രയം പിതാവിൻ്റെ ഹോംലി ഓൺ അവർ ലോഡ് എന്നുള്ള തൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: He was begotten from the Godhead according to his nature, and from manhood not after his nature. അതായത് അവൻ ദൈവിക സ്വഭാവപ്രകാരം ദൈവത്തിൽ നിന്നും ജനിച്ചു, എന്നാൽ മാനുഷിക ജനനം അവൻ്റെ ദൈവിക സ്വഭാവപ്രകാരം അല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്താണ് ഇതിനർത്ഥം? ക്രിസ്തുവിന് 2 വ്യത്യസ്ത ജനനങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അപ്രയം പിതാവ് ഈ വരികളിലൂടെ പറയുകയാണ്. പിതാവിൽ നിന്നുള്ള നിത്യജനനം അത് ദൈവിക സ്വഭാവപ്രകാരമുള്ള ജനനമാണ്. മറിയത്തിൽ നിന്നുള്ള ജനനം അത് ദൈവിക സ്വഭാവപ്രകാരമുള്ള ജനനമല്ല എന്നുള്ളതാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി എന്നാൽ 2 സ്വഭാവപരമായിട്ടുള്ള നിലകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മിയാഫിസൈറ്റിസം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഡ്യുവൽ നേച്ചറെ പറ്റിയാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഹോംലി മുഴുവനായും ക്രിസ്തുവിൻ്റെ 2 ബർത്ത് എന്നുള്ള തീമിൽ തന്നെയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു കവിതാശകലത്തെ പറ്റിയുള്ള സ്കോളർലി കൺസെൻസസ് അപ്രയം പിതാവ് ഇവിടെ 2 മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ്, ആ മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് വേർതിരിക്കുന്നു എന്നുള്ളതാണ്. സ്വഭാവങ്ങളെ കൂട്ടിക്കുഴയ്ക്കുന്നുമില്ല. ഇത് ഡയഫിസൈറ്റിസമായിട്ട് കോമ്പറ്റബിളാണ്, ഒരിക്കലും മിയാഫിസൈറ്റിസമായിട്ട് കോമ്പറ്റബിൾ അല്ല എന്നുള്ളതാണ്. അടുത്ത കോട്ട് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഹോംലി എന്നുള്ളതാണ് ഓൺ അവർ ലോഡ്. ഹോംലി ഓൺ അവർ ലോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദ ഗോഡ് ഹെഡ് കൺസീൽഡ് ഇറ്റ് സെൽഫ് ഇൻ ദ മാൻഹുഡ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ഡെത്ത്. ദൈവികത മനുഷ്യത്വത്തിൽ മരണത്തോട് പോരാടി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കോട്ടിനെ സെവറിയോസ് ഉൾപ്പെടെ വക്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു കോട്ടാണ്. കാരണം ഇവിടെ കൺസീൽഡ് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ കൺസീൽമെൻറ്റ് എന്ന് പറയുമ്പോൾ അത്
അബ്സോർപ്ഷൻ ഇൻ ടു വൺ നേച്ചർ, അല്ലെങ്കിൽ ഒരു നേച്ചറായിട്ട് മാറുന്നു. മോണോഫിസൈറ്റിസും മിയോഫിസൈറ്റിസും നമ്മൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്തിൽ ആ വരുന്ന ആ അബ്സോർപ്ഷൻ ഇൻ ടു വൺ നേച്ചർ, അല്ലെങ്കിൽ ഒരു നേച്ചറായിട്ട് മേർജ് ചെയ്യുന്ന ഒരവസ്ഥ, അതേപ്പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് തർക്കിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങളൊക്കെ അവർ നടത്തിയതാണ്. പക്ഷേ ഇവിടെയും അപ്രയം പിതാവ് ഇവിടെ പറയുന്നത് ആക്ച്വലി ഡോസിറ്റിസത്തെയാണ് ഇദ്ദേഹം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഒരു ഹോമിലിയിൽ. അല്ലാതെ യുത്തിക്കേനിസത്തെ മോണോഫിസൈറ്റിസത്തെ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഒരു ഭാഗമല്ല ഇത്. ഇവിടെ കൺസീൽമെൻറ്റ് എന്നുള്ളത് സിറിയാക് പോയട്രിയിൽ മാനിഫെസ്റ്റേഷൻ ത്രൂ അനദർ എന്നൊരു അർത്ഥമാണ് ബേസിക്കലി വരുന്നത്. അല്ലാതെ ഒരിക്കലും അബ്സോർപ്ഷൻ അല്ലെങ്കിൽ മേർജിങ് എന്നൊരർത്ഥത്തിലല്ല വരുന്നത്. അതായത് ദൈവികത മനുഷ്യത്വത്തിലൂടെ പ്രവർത്തിച്ചു, എന്നാൽ വ്യതിരിക്തമായിട്ട് തന്നെ നിലനിന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു കവിതാശകലത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത കോട്ട് ഹിംസ് ഓൺ ദി നേറ്റിവിറ്റി, ഹിം നമ്പർ 1 ആണ്. അതിനകത്തിൽ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: Today the Lord of nature was against his nature changed. Today the Lord of nature was against his nature changed. ഇന്ന് സ്വഭാവങ്ങളുടെ കർത്താവ് തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി മാറി എന്നുള്ളതാണ്. ഇന്ന് സ്വഭാവങ്ങളുടെ കർത്താവ് തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി മാറി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ദൈവിക സ്വഭാവം മാറി, ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്, ദൈവിക സ്വഭാവം മാറി എന്ന അർത്ഥത്തിലല്ല ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പോയട്രിയാണ്. നമ്മൾ ലിറ്ററലി അല്ലെങ്കിൽ തിയോളജിക്കലി ഡെഫിനിറ്റീവായിട്ട് പറയുന്ന അത്തരത്തിലുള്ള രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവത്വം മാറി എന്നൊരർത്ഥത്തിലല്ല വരുന്നത്. അതായത് ദൈവത്തിന് സ്വാഭാവികമല്ലാത്തതെന്തോ അത് മനുഷ്യത്വം എന്നുള്ളതാണ്, അത് താൻ തന്നിലേക്ക് സ്വീകരിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവിക സ്വഭാവം മാറി എന്നുള്ളതല്ല, മനുഷ്യത്വം താൻ സ്വീകരിച്ചു, അസ്യൂം ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഈ ഒരു കവിതാശകലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനെ നമ്മൾ ഒരു ഇൻകാർണേഷണൽ പാരഡോക്സ് ആയിട്ടാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒരു നേച്ചറിൻ്റെ കൺഫ്യൂഷനോ കലർന്നെന്നോ അല്ലെങ്കിൽ മാറ്റം വന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻകാർണേഷണൽ പാരഡോക്സ് ആണ്, അത് അസംഷൻ എന്നുള്ളതാണ്. അതായത് ദൈവത്വത്തിലേക്ക് മനുഷ്യത്വം സ്വീകരിച്ചു, ആദാനം ചെയ്തു എന്നൊരർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അടുത്ത കവിതാശകലം അതേ കവിതയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഹിം ഓൺ ദ നേറ്റിവിറ്റി, ഹിം നമ്പർ 1 തന്നെ ഉള്ളതാണ്. അതിങ്ങനെയാണ്: Today Godhead sealed itself upon manhood, that so with the Godhead stamp manhood might be adorned എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്ന് ദൈവികത മനുഷ്യത്വത്തെ മുദ്ര വെച്ചു, ദൈവിക മുദ്രയാൽ മനുഷ്യത്വം അലങ്കരിക്കപ്പെടുവാനായിട്ട് അത്തരത്തിൽ മുദ്ര വെച്ചു എന്നുള്ളതാണ് ആ ഒരു കവിതാശകലത്തിന് അർത്ഥമാക്കുന്നത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനലോജിയാണ് അപ്രയം പിതാവ് ഉപയോഗിക്കുന്നത്, മുദ്ര എന്ന പ്രയോഗം കൊണ്ട്. മുദ്രയെ കൊണ്ട് അപ്രയം പിതാവ് ഉദ്ദേശിക്കുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനെ പറ്റിയാണ്. അവിടെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഐക്യം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഐക്യം സംഭവിക്കുമ്പോൾ തന്നെ മുദ്രയെന്ന് പറയുമ്പോൾ നമ്മളൊരു സീൽ എങ്ങനെയാണ്, ഒരു സീൽ അടിക്കുന്നത് എങ്ങനെയാണ്, സീലിടുന്നത് എങ്ങനെയാണ് എന്നതുപോലെ തന്നെ അവിടെ എന്താണ്, ആ ഒരിക്കലും സെപ്പറേഷൻ ഉണ്ടാകുന്നില്ല, ഡിവിഷൻ ഉണ്ടാകുന്നില്ല, അത് വളരെ വ്യക്തമാണ്. അതേസമയം മുദ്രയായിട്ടും അല്ലെങ്കിൽ മുദ്ര വയ്ക്കപ്പെട്ട ആ ദൈവത്വം അങ്ങനെ തന്നെയും, അതുപോലെ തന്നെ മുദ്ര ചെയ്യപ്പെട്ട മനുഷ്യത്വം എന്നുള്ളത് അത് മനുഷ്യത്വമായിട്ട് തന്നെ നിലനിൽക്കുന്നത്, അവിടെ കൂട്ടിക്കൊടയിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മിയോഫിസൈറ്റിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കോട്ടയല്ല എന്നുള്ളതാണ്. അതേസമയം ഡയോഫിസൈറ്റിസത്തിൻ്റെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അനലോജി കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അടുത്ത കോട്ടും അതേ ഹിമ്മിൽ തന്നെ ഉള്ളതാണ്. ഹിംസ് ഓൺ ദ നേറ്റിവിറ്റി, ഹിം നമ്പർ 1 എന്നുള്ളതാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്: The nature that could not be touched by his hand was bound and tied, by his feet was pierced and lifted up. ഇപ്പോൾ സ്പർശിക്കാനാകാത്ത സ്വഭാവം, ദൈവപ്രകൃതിയെ പറ്റി പറയുന്നതാണ്. ഇവിടെ പറയുന്നത് സ്പർശിക്കാനാകാത്ത സ്വഭാവം, കൈകൾ ബന്ധിക്കപ്പെട്ടു, കാലുകൾ തുളയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹിസ് ഹാൻഡ്സ് വർ ബൗണ്ട് ആൻഡ് ടൈഡ്, കൈകളൊക്കെ കെട്ടപ്പെട്ടു. അതുപോലെ തന്നെ ഹിസ് ഫീറ്റ് വാസ് പിയേഴ്സ്ഡ് ആൻഡ് ലിഫ്റ്റഡ് അപ്പ്, അവൻ്റെ കാലുകൾ അതുപോലെ തുളയ്ക്കപ്പെട്ടു, കാലിൻ പാടുകളാൽ തുളയ്ക്കപ്പെട്ടു. അങ്ങനെ ഹി വാസ് ലിഫ്റ്റഡ് അപ്പ്, അവൻ ഉയർത്തപ്പെട്ടു, കുരിശിൽ അവനെ ഉയർത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ വേദന അനുഭവിക്കുന്നവരാണ് മനുഷ്യ ശരീരത്തിലാണ്. അതാണ് കൈകളും കാലുകളെ പറ്റി വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം മനുഷ്യ ശരീരത്തിലാണ് താൻ വേദന അനുഭവിക്കുന്നത്. ദൈവിക സ്വഭാവം എന്താണ്, ഇമ്പാസിബിൾ ആണെന്നുള്ളത്, സ്പർശിക്കാനാകാത്ത സ്വഭാവം. അത് വളരെ കൃത്യമായിട്ട് ഈ വരികളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്, നേച്ചർ ദാറ്റ് കുഡ് നോട്ട് ബി ടച്ച്ഡ്, അത് ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണെന്നല്ല, ഡിവൈൻ നേച്ചറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതേസമയം പിന്നെ പറയുന്നത് ബൈ ഹിസ് ഹാൻഡ് വാസ് ബൗണ്ട് ആൻഡ് ടൈഡ്, ബൈ ഹിസ് ഫീറ്റ് വാസ് പിയേഴ്സ്ഡ് ആൻഡ് ലിഫ്റ്റഡ് അപ്പ്. അവിടെ ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ രണ്ടും വളരെ വ്യതിരിക്തമായിട്ട് തന്നെ ഡിസ്റ്റിങ്റ്റീവ്ലി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ വാക്യശകലത്തിൽ നിന്ന്, ഈ കവിതാശകലത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അപ്രയം പിതാവ് രചിച്ചത് സുറിയാനി ഗീതങ്ങളാണ്, കവിതകളാണ്.
ഹിംനോഡീസ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഗ്രീക്ക് സുനദോസുകളുടെ സാങ്കേതികമായിട്ടുള്ള ഈ നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആ നിലയ്ക്കല്ല നമ്മൾ ഇതിനെയൊക്കെ കാണേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പീഡകൾ ഏൽക്കില്ല, ഡിവൈൻ ഇമ്പാസിബിലിറ്റി എന്നത് ഒരു അടിസ്ഥാന തത്വമായിട്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് എഴുതുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ബേസിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവനാണ് എന്ന് ഒരിക്കലും മാർപ്രായം പിതാവിനെ പറ്റി നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് പീഡാനുഭവം ഏൽക്കാത്തവൻ കഷ്ടം അനുഭവിച്ചു എന്ന് അദ്ദേഹം പാടുമ്പോൾ അത് ഗുണഗണങ്ങളുടെ കൈമാറ്റത്തെ പറ്റിയാണ് ബേസിക്കലി പറയുന്നത്. അതായത് അതിന് തിയോളജിക്കലായിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കാറ്റിയോ ഇഡിയോമാറ്റോ എന്നാണ് പറയുന്നത്. അതായത് ഒറ്റ പേഴ്സൺ ആകിയാൽ, രണ്ട് നേച്ചറുണ്ട്, ഒറ്റ പേഴ്സൺ ആകിയാൽ ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ സെയിം പേഴ്സൺ. ഇപ്പം ഹ്യൂമൻ നേച്ചറിൽ അനുഭവിച്ചാലും ഡിവൈൻ നേച്ചറിലുള്ള കാര്യമായാലും ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു വൺ പേഴ്സൺ. അതിനാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കാറ്റിയോ ഇഡിയോമാറ്റോ എന്ന് പറയുന്നത്. അതായത് ഗുണഗണങ്ങളുടെ കൈമാറ്റം എന്നുള്ളത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രകൃതികൾ തമ്മിലുള്ള കലർപ്പിനെ പറ്റിയല്ല ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, കൂർലോസ് ഉൾപ്പെടെ ഉള്ള സകല പിതാക്കന്മാരുടെയും പൊതുവായിട്ടുള്ള വിശ്വാസ പ്രമാണത്തിന് അപ്രയം പിതാവ് വിരുദ്ധനാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ വിശുദ്ധ കൂർലോസും ഇതേ യുക്തി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വചനം മാംസത്തിൽ പീഡ അനുഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൂർലോസ് തന്നെ പറഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ പോസ്റ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യൂട്യൂബ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റിങ്സ് ഇട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ കോട്ട്സൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സിറിൽ കൃത്യമായിട്ട് പറയുന്നതാണ് വചനം മാംസത്തിൽ പീഡ അനുഭവിച്ചു എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൃത്വത്തിൽ ഒരുവൻ പീഡ അനുഭവിച്ചു എന്ന് സിറിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ കൂർലോസ് വളരെ കൃത്യമായിട്ട് ഖണ്ഡിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ദൈവിക പ്രകൃതി കഷ്ടം അനുഭവിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സിറിൽ തള്ളിക്കളയുന്നുണ്ട്. കാരണം ഡിവൈൻ ഇമ്പാസിബിലിറ്റിയെ അദ്ദേഹം അപ്പോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവികത്തിൽ അല്ലെങ്കിൽ ദൈവിക പ്രകൃതിയിൽ അല്ലെങ്കിൽ ഡിവൈൻ നേച്ചറിൽ ഒരിക്കലും പീഡ അനുഭവിച്ചു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് സിറിൽ പഠിപ്പിക്കുന്നുമുണ്ട്. പ്രകൃതികൾ തമ്മിലുള്ള സംയോജനം അല്ലെങ്കിൽ മിംഗ്ലിങ്, ഈ പറയുന്ന കൂട്ടിക്കുഴയ്ക്കലോ കൺഫ്യൂഷനോ ഇതിനൊക്കെ വളരെ എതിരായിട്ട് തന്നെയാണ് സിറിലിൻ്റെ പഠനങ്ങൾ കൃത്യമായിട്ട് പോകുന്നതെന്നുള്ളത് നമ്മൾ ഒരുപാട് കോട്ട്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് വിശുദ്ധ സിറിലും അതുപോലെ തന്നെ മാർപ്രായം പിതാവും ഒക്കെ ഒരേ കാര്യത്തെ രണ്ട് വ്യത്യസ്ത സാഹിത്യ രൂപങ്ങളിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൂർലോസ് പിതാവ് ഡോഗ്മാറ്റിക്കലി ഗദ്യരൂപത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അപ്രായം പിതാവ് അത് പ്രതീകാത്മകമായിട്ടുള്ള ഗീതങ്ങളിലൂടെ സിംബോളിക്കലി ഹിംനോഡിയായിട്ടൊക്കെയാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആറാമത്തെ കോട്ട് ഡി ഫിഡെ ചാപ്റ്റർ 29 വേഴ്സസ് 2-4 എന്നുള്ളൊരു ഭാഗമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ദ ഫാക്ട് ദറ്റ് ജീസസ് ബിക്കേം ഹംഗ്രി ആൻഡ് ദറ്റ് ഹി പ്രേഡ് റിലേറ്റ്സ് കംപ്ലീറ്റ്ലി ടു ദ ബോഡി. അതായത് യേശുവിന് വിശന്നതും യേശു പ്രാർത്ഥിച്ചതും ഒക്കെ മുഴുവനായി ശരീരമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഇവിടെ അപ്രായം പിതാവ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ടോം ഓഫ് ലിയോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെ ഓരോരുത്തർ ടോം ഓഫ് ലിയോയുടെ തുമ്മി എന്നൊക്കെ പറഞ്ഞാണ് പരിഹസിക്കുന്നത്. സത്യവിശ്വാസത്തെയാണ് ഇവർ യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നുള്ളത് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ സിറിലിൻ്റെയും ഇതുപോലത്തെ ഒരുപാട് കോട്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് പറയുന്നതാണ് വിശപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥന ഇതൊക്കെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എന്താണ്, അത് ഹ്യൂമൻ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻകാർണേഷന് ശേഷം ആ ഹ്യൂമൻ നേച്ചർ എന്നുള്ളത് വളരെ വ്യതിരിക്തമായിട്ട് തന്നെ ഇദ്ദേഹം മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ്. ഇപ്പം മിയാഫിസൈറ്റ് വാദികൾക്കൊക്കെ ഇതൊരു വലിയൊരു അടിയാണ്. അവരുടെ തലക്കിട്ടുള്ള അടി തന്നെയാണ് ഈ ഒരു കവിതാശകലം എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ മാനുഷിക പരിമിതികളെ അപ്രായം പിതാവ് ദൈവത്വത്തിലേക്കല്ല മറിച്ച് അവൻ്റെ ശരീരത്തിലേക്കാണ് അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്കാണ് ചേർക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കവിതാശകലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് കൽക്കദോൻ സുനോദോസ് പഠിപ്പിച്ച രണ്ട് പ്രകൃതി അല്ലെങ്കിൽ രണ്ട് നേച്ചറിൻ്റെ, അതായത് ഡയഫിസൈറ്റിസത്തിൽ തന്നെ വേരൂന്നിയുള്ള പഠനം തന്നെയായിരുന്നു അപ്രായം പിതാവിൻ്റെ എന്നുള്ളത് ഈ ഒരു വാക്യശകലത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അടുത്തത് കേൾക്കുമ്പോൾ ഇതിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള പ്രയോഗങ്ങളാണ് അടുത്ത് വരാൻ പോകുന്നത്. 7ാമത്തെ കോട്ട് നിങ്ങൾ കേൾക്കുക. മുമ്പേ വായിച്ച അതേ ഭാഗത്തു നിന്നുള്ള കോട്ട് തന്നെയാണ്. ഡി ഫിഡെ 29 വേഴ്സസ് 2-4 തന്നെ ഉള്ളതാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ച അടുത്ത ഭാഗമാണിത്. The weak body in which he clothed himself, as that hunger was completely of the body, so was his neediness completely of his body. അതായത് അവൻ ധരിച്ച ദുർബലമായ ശരീരത്തിൽ ആ വാക്ക് ശ്രദ്ധിച്ചോണം, ധരിച്ച ദുർബലമായ ശരീരത്തിൽ വിശപ്പ് ആ ശരീരത്തിൻ്റേതായിരുന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യവും അത് ദാരിദ്ര്യമൊക്കെ ആ ശരീരത്തിൻ്റെ തന്നെ നീഡിനെസ് എല്ലാം അവൻ്റെ ആവശ്യങ്ങളൊക്കെ ശരീരപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആ ശരീരത്തിൻ്റെ തന്നെ ആയിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് അപ്രായം പിതാവ്. അതായത്
ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ദുർബലതകളും പരിമിതികളും ഒക്കെ നിറഞ്ഞ ആ മനുഷ്യത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രം കൊണ്ട് നിൽക്കുന്നതല്ല, ഇനി ഇത് മനുഷ്യത്വത്തെപ്പറ്റി വളരെ വ്യതിരിക്തമായി ഡിസ്റ്റിങ്ക്റ്റീവ്ലി പറയുന്നു. ഈ അടുത്ത കോട്ടുകളിൽ അവൻ്റെ ദൈവത്വത്തെപ്പറ്റിയും ഡിസ്റ്റിങ്ക്റ്റീവ്ലി പറയുകയാണ് ആഫ്റ്റർ ദി ഇൻകാർണേഷൻ. അപ്പോൾ ആഫ്റ്റർ ദി ഇൻകാർണേഷൻ ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചർ രണ്ടും ഡിസ്റ്റിങ്ക്റ്റീവ്ലി കൃത്യമായിട്ട് അബ്രഹാം പിതാവ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കോട്ടുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് തെളിയിക്കുന്നത്. 8ാമത്തെ കോട്ട് പറയുന്നത് അത് ഹോംലി ഓൺ ദി ട്രാൻസ്ഫിഗറേഷൻ. അത് ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഹിസ് ഡിവൈൻ ആക്ട് ഓഫ് പവർ ടീച്ച് ദോസ് ഹു ഡൗട്ട് ദറ്റ് ഹി ഈസ് ട്രൂ ഗോഡ് ആൻഡ് ഹിസ് സഫറിങ്സ് ഷോ ദറ്റ് ഹി ഈസ് ട്രൂ മാൻ. അവൻ്റെ ദൈവിക ശക്തി കൃത്യങ്ങൾ, അതായത് അവൻ്റെ മിറക്കിൾസ്, അതൊക്കെ അവൻ സത്യദൈവമാണെന്ന് തെളിയിക്കുന്നു. അവൻ്റെ വേദനകൾ അവൻ സത്യ മനുഷ്യനാണെന്ന് തെളിയിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടോം ഓഫ് ലിയോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ടോം ഓഫ് ലിയോ ഒക്കെ പരിഹസിച്ചവർ ഇതൊക്കെ കേൾക്കണം, ഇതൊക്കെ വായിക്കണം. സിറിലിൻ്റെ റൈറ്റിങ്സും വായിക്കണം. സിറിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പദ്യശകലത്തിലാണെങ്കിൽ മറ്റേത് ഗദ്യമായിട്ട് സിറിൽ കൃത്യമായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മിറക്കിൾസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ടു ഹിറ്റ്സ് ഡിവൈൻ നേച്ചറിലേക്കാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം അവൻ്റെ വേദനകൾ, അവൻ്റെ പരിമിതികൾ, ഇതൊക്കെ എന്താണ്? അവൻ്റെ മനുഷ്യത്വത്തിലേക്കാണ്, സത്യമനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ രണ്ട് നേച്ചർ ഉണ്ടെന്നുള്ളത് വളരെ ഡിസ്റ്റിങ്ക്റ്റീവ്ലി പ്രഖ്യാപിക്കുകയാണ് മാതൃപ്രേം പിതാവ് ചെയ്യുന്നത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഡ്യുവൽ നേച്ചർ തന്നെയാണ്. ആ ഡ്യുവൽ നേച്ചർ എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെയാണ് അപ്രം പിതാവ് ഈ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പം മേഴ്ജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റ നേച്ചറേ ഉള്ളെന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ സാധിക്കത്തില്ല. and ഇവർക്ക് അതുകൊണ്ടാണ് ടോം ഓഫ് ലിയോ എടുത്തിട്ട് അതുകൊണ്ട് മിറപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ദൈവമായി മാറി, അവിടെ അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ മനുഷ്യൻ ദൈവമായിട്ട് ഇങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്കത് പറയാൻ സാധിക്കുമോ? പറയാൻ പറ്റത്തില്ല. ഇവർക്ക് പറയാൻ സാധിക്കില്ല. സെവറിയോസിന് ഇത് പറയാൻ പറ്റത്തില്ല. മേഫിസെറ്റ്സിന് ഇത് പറയാൻ പറ്റില്ല. അതേസമയം യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ഇത് പറയാൻ സാധിച്ചു. മാരപ്രേം എന്ന് പറയാൻ സാധിച്ചു, കുർലോസിന് അത് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് പറയുന്നത് ഹിസ് ഡിവൈൻ ആക്ട്സ് ഓഫ് പവർ ടീച്ച് ദോസ് ഹു ഡൗട്ട് that he is true God and his sufferings show that he is true man. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അദ്ദേഹം അതേ കാൽസിഡോൺ ട്രാജക്ടറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു വാക്യശകലത്തിലൂടെ തന്നെ. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഹോംലി ഓൺ ട്രാൻസ്ഫിഗറേഷൻ. ഇതേ ഹോംലിയിൽ തന്നെ ഉള്ളതാണ്. അവിടെ പറഞ്ഞിങ്ങനെയാണ്, if he was not flesh who was lying in the manger and if he was not God who did the angels glorify. ഇവിടെയും എന്താണ് വളരെ കൃത്യമായിട്ട് രണ്ട് നേച്ചറിനെ പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ പറയുന്നത്. അവിടെ എന്താണ്? അവൻ മനുഷ്യനല്ലായിരുന്നെങ്കിൽ ആ മേഞ്ചറിൽ ആ പുൽത്തൊട്ടിൽ കിടന്നത് ആരാണ്? ആട്ടുതൊഴുത്തിൽ കിടന്നത് ആരാണ് എന്നുള്ളത് ചോദിക്കുകയാണ് ഇവിടെ. അത് അവൻ്റെ മനുഷ്യത്തെ കാണിക്കുന്നുള്ളതാണ് പറയുന്നത്. അവൻ ദൈവമല്ലായിരുന്നു ഈ ദൂതന്മാർ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ആരെയാണ് ദൂതന്മാർ ഗ്ലോറിഫൈ ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും ഈസ് ഗോഡ് ഡിവൈൻ നേച്ചർ ആസ് വെൽ ആസ് എ ഹ്യൂമൻ നേച്ചർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അപ്രേം പിതാവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രൊക്ലെയിം ചെയ്യപ്പെടുന്നത് സത്യസുവിശേഷമാണ്. ഈ രണ്ട് നേച്ചറും അക്സെപ്റ്റ് ചെയ്ത് സുവിശേഷത്തിൻ്റെ പോലും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് മിയാഫിസൈറ്റിസം എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. 10ാമത്തെ കോട്ട് അപ്രേം പിതാവിൻ്റെ ഡീനേറ്റിവിറ്റേറ്റ്, അതിൻ്റെ 1:97 മുതൽ 99 വരെയുള്ള ഭാഗത്തു നിന്നുള്ളതാണ് ആ ഒരു കോട്ട്. അതിങ്ങനെയാണ് പറയുന്നത്: The Lord of the natures today changed himself against his nature. The Lord of natures, സ്വഭാവങ്ങളുടെ കർത്താവ്. സ്വഭാവങ്ങൾ ഒറ്റ സ്വഭാവമുള്ളെങ്കിൽ, ഏക സ്വഭാവമാണെങ്കിൽ പറയാൻ സാധിക്കുമോ സ്വഭാവങ്ങളുടെ കർത്താവ് എന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ അപ്രേം പിതാവ് പ്രഖ്യാപിക്കുകയാണ് രണ്ട് സ്വഭാവം കർത്താവിനുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഈ കോട്ട്സൊക്കെ അത് തന്നെയാണ് കാണിക്കുന്നത്. സ്വഭാവങ്ങളുടെ കർത്താവ്. ഒരിക്കലും സെവറിയോസിന് അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. യാക്കോബക്കാർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്രേം പിതാവിന് പറയാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം അപ്രേം പിതാവ് യാക്കോബക്കാരനും ആയിരുന്നില്ല, അപ്രേം പിതാവ് മിയാഫിസൈറ്റും ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്രേം പിതാവിന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റി സ്വഭാവങ്ങളുടെ കർത്താവ് എന്നുള്ളത്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച സുറിയാനി പദം എന്നുള്ളത് മാറേ ക്യാനെ എന്നുള്ള വാക്കാണ്. മാറേ ക്യാനെ എന്നുള്ള വാക്കാണ്. അതായത് പ്രകൃതികളുടെ അല്ലെങ്കിൽ ബഹുവചനമാണ്. പ്രകൃതികളുടെ അല്ലെങ്കിൽ നേച്ചേഴ്സിൻ്റെ നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും ലയിച്ചു ചേർന്നിരുന്നു എന്നുള്ളതാണ് അപ്രേം പിതാവ് വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പ്രകൃതികൾ എന്ന ബഹുവചനത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും മിയാഫിസൈറ്റിസം വിശ്വസിച്ചിരുന്നില്ല, മോണോഫിസൈറ്റിസം വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ട്രാജക്ടറി, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ട്രാജക്ടറി വാസ് ടുവേർഡ്സ് ഡയാഫിസൈറ്റിസം ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഭ അത് കൃത്യമായിട്ട് പിന്നീട് നിർവചിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം, ചരിത്ര വസ്തുത, ചരിത്ര സത്യം.
ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് പിന്നെ എങ്ങനെയാണ് ഇവർ ഈ അപ്രം പിതാവ് മിയാഫിസൈറ്റാണെന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ മുമ്പേ പറഞ്ഞ പോലെ റീഇൻ്റർപ്രിട്ടേഷൻ്റെ വിദഗ്ധനായ മോർ സെവറിയോസ് ആണ്. സെവറിയോസ് അപ്രം പിതാവിനെ ഒരു മിയാഫിസൈറ്റ് ആക്കിയെടുക്കാനുള്ളൊരു താൻ തന്നെ ഉപജ്ഞാതാവായ താൻ തന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച ഈ സാധനം ഇതുകൊണ്ട് അപ്രം പിതാവിൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കാനായിട്ട് നല്ല ഒരു പാഴ്ശ്രമം നടത്തി. പക്ഷേ അത് തകർന്നു പോയെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ എക്സ്റ്റെൻസീവ്ലി അത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഇന്നത്തെ ഏറ്റവും അറിയപ്പെട്ട സുറിയാനി പണ്ഡിതൻ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ ബ്രൂക്ക്. അദ്ദേഹം ഈ വളരെ എൽഡർലി ഏജിലാണ് അദ്ദേഹം യാക്കോബ സഭയിൽ തന്നെ ചേരുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ ബ്രൂക്കിനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് അപ്രം പിതാവിൻ്റെ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനൊരു വ്യക്തിയെ എല്ലാവരും ആദരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ ആരും ചോദ്യം ചെയ്യില്ല. അങ്ങനൊരു വ്യക്തി വളരെ കൃത്യമായിട്ട് പറയുന്നത് കൂടെ നമുക്ക് വായിക്കാം. നമുക്ക് കുറച്ച് സ്കോളർലി ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ കോഴ്സുകൾ മാത്രമാണ് പോയത്, ഡയറക്റ്റ് കോഴ്സാണ് അപ്രം പിതാവ് ഡയറക്റ്റ് കോഴ്സിലേക്കാണ് പോയത്. ഇനി സ്കോളർലി കൺസെൻസസ് ഈ വിഷയത്തിൽ അപ്രം പിതാവ് എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്, സ്കോളർലി കൺസെൻസസ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതിലേക്ക് കൂടെ നമുക്കൊന്ന് കിടക്കാം. അതിൽ സെബാസ്റ്റ്യൻ ബ്രൂക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്രേമിനെ മിയാഫിസൈറ്റ് എന്ന് വിളിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള തെറ്റാണെന്നുള്ളത് വളരെ നിസ്സംശയം ഈ സെബാസ്റ്റ്യൻ ബ്രൂക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സെബാസ്റ്റ്യൻ ബ്രൂക്കിൻ്റെ ദ ലൂമിനസ് ഐ ദ സ്പിരിച്വൽ വേൾഡ് വിഷൻസ് ഓഫ് സെയിൻറ്റ് എഫ്രൈം എന്നുള്ള പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ അദ്ദേഹം 1992 പ്രസിദ്ധീകരിച്ചാണ് പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, Ephraim uses symbolic and paradoxical language, not technical dogma. His Christology maintains distinction without separation. Broke explicitly warns against reading Ephraim as a Severian Miaphysite. സെവറിയൻ മിയാഫിസൈറ്റ് ആയിട്ട് ഇദ്ദേഹത്തെ കൗൺ ചെയ്യുന്നത്, അദ്ദേഹത്തെ അത്തരത്തിൽ ലേബൽ ചെയ്തത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റായിട്ട് സെബാസ്റ്റ്യൻ ബ്രൂക്ക് തന്നെ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഞാൻ വായിക്കാൻ പറഞ്ഞിങ്ങനെ, Ephraim's theology cannot be aligned straightforwardly with later Miaphysite formulations എന്നുള്ളത് സെബാസ്റ്റ്യൻ ബ്രൂക്കാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആൾ തന്നെയാണ് പറയുന്നത്. സെബാസ്റ്റ്യൻ ബ്രൂക്കിൻ്റെ മറ്റൊരു പുസ്തകത്തിൽ, അതായത് സെയിൻറ്റ് എഫ്രൈം ദി സിറിയൻ ഹിംസ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഓഫ് വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത്, എഫ്രൈം റിപ്പീറ്റഡ്ലി അസൈൻസ് ഹ്യൂമൻ ആക്ഷൻസ് ടു ദ ബോഡി ആൻഡ് ഡിവൈൻ ആക്ഷൻസ് ടു ദ ഗോഡ് ഹെഡ്. നമ്മൾ ആ ഹിംസൊക്കെ നമ്മൾ വായിച്ചതുമാണല്ലോ. അപ്പോൾ ഹ്യൂമൻ ആക്ഷൻസിനെ ശരീരമായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറുമായിട്ടും അതുപോലെ തന്നെ ഡിവൈൻ ആക്ഷൻസിനെ ഗോഡ് ഹെഡുമായിട്ടാണ് അദ്ദേഹം ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സെബാസ്റ്റ്യൻ ബ്രൂക്ക് അത് കൃത്യമായിട്ട് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൂക്ക് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഈ ഫങ്ഷണലായിട്ടുള്ള ഈ ഡിസ്റ്റിങ്ഷൻ ഇത് ഈസ് ഇൻകോമ്പാറ്റബിൾ വിത്ത് എ സ്ട്രിക്റ്റ് വൺ നേച്ചർ ക്രിസ്റ്റോളജി. അത് മിയാഫിസൈറ്റിക് ക്രിസ്റ്റോളജിയുമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണെന്ന് സെബാസ്റ്റ്യൻ ബ്രൂക്ക് തന്നെ സർട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത് പോൾ എസ് റസൽ എന്നൊരു പണ്ഡിതൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ എഫ്രൈം ദ സിറിയൻ ഓൺ ദി ഇൻകാർണേഷൻ എന്നുള്ള പുസ്തകത്തിൽ 2000 പബ്ലിഷ് ചെയ്തതാണ്. അതായത് പറഞ്ഞിങ്ങനെയാണ്, എഫ്രൈം പ്രിസേർവ്സ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ആഫ്റ്റർ ദി ഇൻകാർണേഷൻ ഈവൻ വൈൽ ഇൻസിസ്റ്റിംഗ് ഓൺ ദ യൂണിറ്റി. അപ്പോൾ ഇതും വളരെ കൃത്യമായിട്ട് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ദിസ് ഇസ് എസെൻഷ്യലി പ്രോട്ടോ കാൽസിഡോണിയൻ ലോജിക് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് വളരെ പ്രശസ്തനായ സിഡ്നി എച്ച് ഗ്രിഫിത്ത്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് അഡോറിംഗ് ദ മിസ്റ്ററി റീഡിംഗ് ദ ബൈബിൾ വിത്ത് സെയിൻറ്റ് എഫ്രൈം ദ സിറിയൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ 1997 പ്രസിദ്ധീകരിച്ചാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ കീ ആർഗ്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഡ്യുവൽ അഫർമേഷൻസ് വളരെ കൃത്യമായിട്ട് എഫ്രൈം പിതാവ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സിഡ്നി എച്ച് ഗ്രിഫിത്തിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല അദ്ദേഹം വളരെ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നത് ഇങ്ങനെയാണ്, ഈ കോൺട്രാസ്റ്റ് ഇത്, അതായത് എഫ്രൈം പിതാവിൻ്റെ ഈ ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ഈ കവിതാശകലനിലുള്ള ഈ ഐഡിയാസ്, ഇറ്റ് കോൺട്രാസ്റ്റ് വിത്ത് ലേറ്റർ സെവേറിയൻ മെറ്റാഫിസിക്സ് എന്നുള്ള വളരെ കൃത്യമായിട്ട് സിഡ്നി എച്ച് ഗ്രിഫിത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ബോത്ത PJJ, അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റോളജി ആൻഡ് അപ്പോളജി ഇൻ എഫ്രൈം ദ സിറിയൻ എന്ന പുസ്തകത്തിൽ എന്നുള്ളതാണ്. അത് HTS തിയോളജി സ്റ്റഡീസിലുള്ളതാണ്, തിയോളജിക്കൽ സ്റ്റഡീസ് ഭാഗമായിട്ടുള്ളതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹങ്കർ, വീക്ക്നെസ്, പ്രെയർ ആർ കംപ്ലീറ്റ്ലി ഓഫ് ദ ബോഡി എന്ന് എഫ്രൈം പിതാവ് പഠിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ബോത്ത് സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് ഷോസ് റിയൽ ഹ്യൂമൻ ലിമിറ്റേഷൻസ് നോട്ട് സിംബോളിക് വൺസ്. ദിസ് ഇസ് ഫേറ്റൽ ടു പോസ്റ്റ് യൂണിയൻ സിംഗിൾ നേച്ചർ തിയറീസ് എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു വിശകലനം. അടുത്തത് കെത്ലീൻ മാക്വേ, അദ്ദേഹത്തിൻ്റെ എഫ്രൈം ദ സിറിയൻ ഹിംസ് എന്നുള്ള പുസ്തകത്തിൽ പോളിഷ് പ്രസ്സിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നത്, എഫ്രൈം ആട്രിബ്യൂട്ട്സ് സഫറിങ് എക്കോണമിക്കലി നോട്ട് എസെൻഷ്യലി ടു ഗോഡ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുതന്നെയാണ് ഇവരൊക്കെ അഫേം ചെയ്യുന്നത്, ഈ പണ്ഡിതന്മാരൊക്കെ അഫേം ചെയ്യുന്നത്.
ദിസ് ആൻറ്റിസിപ്പേറ്റ്സ് കമ്മ്യൂണിക്കാറ്റോ ഇഡിയമാറ്റം as later clarified by കാൽസഡോണിയ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഈ പണ്ഡിതന്മാരും കൃത്യമായിട്ട് അഫേം ചെയ്യുന്നതെന്നുള്ളതാണ്. അടുത്തത് ഫ്രാൻസിസ് യങ്ങിൻ്റെ ഫ്രം നൈസിയ ടു കാൽസഡോൺ എന്നുള്ള ബേക്കർ അക്കാഡമി പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിൻ്റെ സെക്കൻഡ് എഡിഷനിൽ പറയുന്നുള്ളതാണ്. ഇവിടെ യങ് എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട്, പ്രീ കാൽസഡോണിയൻ റൈറ്റേഴ്സ് ലൈക്ക് എഫ്രൈം ഷുഡ് നോട്ട് ബി കോൺസ്ക്രിപ്റ്റഡ് ഇൻ ടു ലേറ്റർ കൺഫെഷണൽ ക്യാമ്പ്സ്. ഇത് ജക്കബൈറ്റ് റിട്രോജക്ഷന് എതിരായിട്ടുള്ള ഒരു പരാമർശം കൂടിയാണ് എന്നുള്ളതാണ്. അടുത്തത് ജോൺ മാക്കക്കിൻ്റെ സെയിൻറ്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ആൻഡ് ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സിയിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, സിറിൽ ഹിംസെൽഫ് ഈസ് ഓഫൻ മിസ്റെഡ് ത്രൂ സെവറൻ ലെൻസസ്. എഫ്രൈംസ് പോയട്രി ക്രിസ്റ്റോളജിക്കലി ക്ലോസർ ടു സിറിൽ റൈറ്റ്ലി റെഡ് ദാൻ ടു സെവറിയസ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് സെവറിയസുമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ സിറിലുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അതേ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാർ എഫ്രൈമിൻ്റെ എന്നുള്ളതാണ് പറയുന്നത്, സെവറിയസുമായിട്ടുള്ളതല്ല എന്നുള്ളത്. ആ ഡിസ്റ്റിങ്ഷൻ വളരെ കൃത്യമായിട്ട് ഇവരൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തത് റോബർട്ട് ടാഫ്റ്റ് എന്നുള്ള വ്യക്തിയുടെ ദ ലിറ്റർജി ഓഫ് ദി അവേഴ്സ് ഇൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഈസ്റ്റിലെയും വെസ്റ്റിലെയും സിറിയാക്ക് ഈസ്റ്റിലെയും വെസ്റ്റിലെയും, വെസ്റ്റ് സിറിയാക്കിൽ ഈസ്റ്റ് സിറിയാക്കിലെയും ലിറ്റർജി ഓഫ് അവേഴ്സിനെ പറ്റിയുള്ള ബുക്കാണ്. ആ ബുക്കിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഡിഫറെൻറ്റ് സിറിയാക്ക് ട്രഡീഷൻസ് പ്രിസർവ് തിയോളജി ത്രൂ ഡയറക്റ്റ് ലിറ്റർജിക്കൽ ജോണേഴ്സ് എന്നുള്ള കൃത്യമായിട്ട് പറയും. അതായത് ഇത് ഞങ്ങൾ മാത്രമേ പാടുന്നുള്ളൂ, ഞങ്ങളുടെ മാത്രം ലിറ്ററേച്ചറുള്ളൂ എന്ന് പറയുന്നതിനൊക്കെ എതിരായിട്ടുള്ളൊരു പരാമർശമാണിത്. ഇതൊക്കെ അതായത് രണ്ട് പക്ഷത്തിലുള്ള ലിറ്ററേച്ചറൊക്കെ കൃത്യമായിട്ട് ഈസ്റ്റിലെയും വെസ്റ്റിലെയും ഒക്കെ പഠിച്ചിട്ട്, സിറിയാക്ക് ലിറ്ററേച്ചർ പഠിച്ചിട്ട്, ആ ലിറ്ററേച്ചർ ഓഫ് അവേഴ്സൊക്കെ പഠിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ കവിതാശകലങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ എക്സ്റ്റെൻസീവ്ലി അവരുടെ റൈറ്റിങ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഇവിടെ ചിലർ പറയും ഞങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്നുള്ളതൊക്കെ പറയുന്നത് വെറും എന്താ പറയണ്ടേ വിവരം കെട്ട ആർഗ്യുമെൻ്റാണ്. അത് ചരിത്രബോധമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലായ്മയാകാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതൊക്കെ അറിയാമായിട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതുമാകാം. രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. അറിവില്ലായ്മയെ പറയുന്നതാകാം, അല്ലെങ്കിൽ അറിയാമായിട്ടും ആൾക്കാരെ പറ്റിക്കാനായിട്ട് മറ്റുള്ളവരെ അപമാനിക്കാനായിട്ട് വേണ്ടി പറഞ്ഞതുമാകാം എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ അപ്രയം പിതാവ് എല്ലാവരുടെയും പുണ്യപിതാവാണ്, എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സെയിൻ്റാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ യാക്കോബക്കാരുടെ മാത്രമാണെന്ന്, ചർച്ച് ഓഫ് ഫീസുകാരുടെ മാത്രമാണെന്ന് ആർക്കും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെയുമാണ്. മാത്രമല്ല കൽക്കദോൻ സുനദോസിനെ തള്ളിക്കളഞ്ഞവനാണെന്നൊക്കെ വാദഗതികളൊക്കെ തീർത്തും ബാലിഷ്യമാണെന്നും അതൊക്കെ വങ്കത്തരങ്ങൾ മാത്രമാണെന്നുള്ളതാണ് നമുക്ക് ഈ കോട്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കൽക്കദോൻ വിശ്വാസത്തിന് അടിത്തറ പാകിയവരിൽ ഒരാളെ കൂടിയാണ് ഈ അപ്രയം പിതാവ് എന്നുള്ളത് കൂടി നമുക്ക് ഈ കോട്സിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൽക്കദോൻ സുനോദോസ് അപ്രയം പിതാവിൻ്റെ ഉൾപ്പെടെയുള്ള ഈ കവിതാശകലങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വ്യക്തമായ ദൈവശാസ്ത്ര നിയമങ്ങളായിട്ട് മാറ്റി എഴുതുക മാത്രമാണ് ചെയ്തത്. നമ്മൾ സിറിൻ്റെ റൈറ്റിങ്സിലൂടെ നമ്മൾ പോയിരുന്നു, ഇപ്പോൾ അപ്രയം പിതാവിൻ്റെ റൈറ്റിങ്സിലൂടെ നമ്മൾ പോയി. ഇവരൊക്കെ അതേ ട്രാജക്ടറിയിൽ സഞ്ചരിച്ചവരാണ്, അതേ പാതയിലൂടെ, അതേ ഡ്യുവൽ നേച്ചർ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ സഞ്ചരിച്ചവരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അപ്രയം പിതാവ് ഒരിക്കലും ഒരു മിയാഫസൈറ്റ് ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തമായല്ലോ. ഇനി നമുക്കൊരു വീഡിയോ കാണാം, എന്നിട്ട് അതിന് മറുപടി കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറുവശത്തെ പറ്റി നമ്മൾ പറയണമല്ലോ. മറുവശത്ത് നർസായി, ബാബായി ആണ്, ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ ആളുകളാണ്. അവരെങ്ങനെയാണ് മോണോഫ്രെയിമിനെ റീഡ് ചെയ്തത്, മോണോഫ്രെയിമിനെ മനസ്സിലാക്കിയത്? അപ്പൊ അവരുടെ വാദങ്ങളോ അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാനങ്ങളോ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തതാണ്. ഈ ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ ലിറ്റർജി, നമ്മള് ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ ലിറ്റർജി പരിശോധിക്കുമ്പോൾ മോണോഫ്രെയിമിന്റെ രചനകൾ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ അവർ ഷുവറായിട്ടും മോണോഫ്രെയിമിനെ വിശുദ്ധനായിട്ട് പരിഗണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൃതികളെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ യാക്കോബായ സഭയുടെ ലിറ്റർജിയുടെ സ്ഥിതി അതല്ല. യാക്കോബായ സഭയുടെ ലിറ്റർജി എവിടെ നോക്കിയാലും, ഇപ്പൊ ജനന പെരുന്നാൾ നോക്കിയാലും, വിവാഹ ശുശ്രൂഷ നോക്കിയാലും, വിശുദ്ധ കുർബാന നോക്കിയാലും, എവിടെ നോക്കിയാലും മോണോഫ്രെയിമിന്റെ, നമ്മുടെ നിത്യപ്രാർത്ഥന നോക്കിയാലും അവിടെയെല്ലാം മോണോഫ്രെയിം നിറഞ്ഞു നിൽക്കുക. മോണോഫ്രെയിമിന്റെ രചനകളിൽ പ്രതിഫലിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയ നിലപാടുകൾ ഏത് സഭയുടെ ക്രിസ്തു വിജ്ഞാനീയ നിലപാടുകളുമായിട്ടാണ് കൺഫോംഡ് ആകുന്നത്?
അത് നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പൊ അദ്ദേഹം അവരുടെയും പൊതുപൂർവികനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ ലിറ്റർജിയിൽ മോർ എഫ്രൈമിന്റെ രചനകളെ നമുക്ക് ധാരാളമായി കാണാൻ പറ്റുന്നില്ല? മറിച്ച് അവിടെ കാണുന്നത് നസായിയുടെയും ബാബായുടെയും ഒക്കെ രചനകളാണ്. ഷുവറായിട്ടും അവരുടെയും പൊതുപൂർവികനാണ്, ആ പൊതു പൈതൃകം അവർ അവകാശപ്പെടുന്നുണ്ട്. അത് ശരിയാണ്, നമുക്ക് സാങ്കേതിക അർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ വൈകാരിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അനുഭവ തലത്തിൽ നോക്കുമ്പോൾ മോർ എഫ്രൈമിനെ ഹൃദയത്തിൽ വിശുദ്ധനായിട്ട് നെഞ്ചേറ്റുന്നവർ യാക്കോബായക്കാരാണ്. അതുകൊണ്ട് മോർ എഫ്രൈമിന്റെ രചനകൾ യാക്കോബായക്കാരുടെ ലിറ്റർജിയിലാണുള്ളത്. സ്വന്തം കാര്യം പറഞ്ഞാൽ പറയാം, മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? പഠിക്കത്തില്ല. സീറോ മലബാറുകാർ എന്ത് നെറുകേടും അപ്രയം ഞങ്ങളുടെ ആളാണ്, ലിറ്റർജിയിലാണോ? എഫ്രൈമിനെ ഹൃദയത്തിൽ വിശുദ്ധനായിട്ട് നെഞ്ചേറ്റുന്നവർ യാക്കോബായക്കാരാണ്. അതുകൊണ്ട് മോർ എഫ്രൈമിന്റെ രചനകൾ യാക്കോബായക്കാരുടെ ലിറ്റർജിയിലാണുള്ളത്. ഇനിയിപ്പോ ആര് ഓടിപ്പോയി അപ്രൈമിന്റെ 10 പാട്ട് തിരികെ കയറ്റാനും നോക്കരുത്, അതിനും പഠിക്കത്തില്ല. സീറോ മലബാറുകാർ എന്ത് നെറുകേടും കാണിക്കുന്നവരാണ്. അപ്രയം ഞങ്ങളുടെ ആളാണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ ടെസ്റ്റ് മതി. അവര് എന്തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും, ഇവരുടെ വാദങ്ങൾക്കങ്ങ് താത്പാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അഫ്രൈമിന്റെ രചനകൾ അവരുടെ ലിറ്റർജിയിൽ വരുമായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെന്നാര് പറഞ്ഞു? അവർക്ക് കുറെ വാദങ്ങളുണ്ട്. അപ്പൊ അവരുടെ വാദങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വാദങ്ങളെ അവതരിപ്പിക്കാത്തത്. സേവറിയോസ് ബാബ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ട് അവരുടെ ഭാഗം പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ എത്ര വ്യാഖ്യാനിച്ചാലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേട്ടല്ലോ പോലെ സേവറിയോസ് ബാബ പറഞ്ഞത് ഈ ക്രിസ്റ്റോളജിയുടെ അവസാനം അഡോറേഷൻ ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ ഒരു വിശുദ്ധനെ നമ്മൾ വിശുദ്ധനാണെന്നും അദ്ദേഹം ഭയങ്കരനാണെന്നും അദ്ദേഹം വലിയ കവിയാണെന്നും അദ്ദേഹം ഞങ്ങളുടെ സ്വന്തം ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ 10 വരി ഇവരുടെ ലിറ്റർജിയിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് തീർന്നില്ലല്ല. മനസ്സിലായി? അപ്പൊ യാക്കോബായക്കാരുടെ ലിറ്റർജിയിലാണ് വ്യാപകമായിട്ട് മോർ എഫ്രൈമിന്റെ രചനകളെ കാണുവാൻ സാധിക്കും. 10 വരി ഇല്ലെന്ന് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയണ്ടേ? സിമ്പിളായിട്ട് പുള്ളി കണ്ടുപിടിച്ച കാര്യമായി പറയുന്നത്. ഒന്ന് ബേസിക്കലി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും വളരെ കൃത്യമായിട്ട് എക്സ്റ്റെൻസീവ്ലി ചർച്ച് ഓഫ് ഈസ്റ്റിൻ്റെ ആകട്ടെ, ഇന്ന് ചർച്ച് ഓഫ് ഈസ്റ്റിൻ്റെ ഭാഗമായെന്ന് സഭകൾ മാറിപ്പോന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൽദായ കത്തോലിക്ക സഭയും അതുപോലെ നസ്രീൻ ചർച്ച് ഓഫ് ഈസ്റ്റും ഏൻഷ്യൻറ്റ് നസ്രീൻ ചർച്ച് ഓഫ് ഈസ്റ്റും, ഇതൊക്കെ ഈ സഭകളൊക്കെ സീറോ മലബാർ സഭയോട് വളരെ അസൂയയും അതുപോലെ തന്നെ വല്ലാത്ത വൈരാഗ്യമൊക്കെ ഇദ്ദേഹത്തിനുണ്ടെന്നുള്ളത് വീഡിയോകളൊക്കെ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്രയും വൈരാഗ്യം? എന്തുകൊണ്ട് ഇല്ലാ കഥകൾ പറയുന്നു? 10 വരി ഇല്ലേ? 10 വരി ഇല്ലേ? എക്സ്റ്റെൻസീവ്ലി സീറോ മലബാർ സഭയുടെ ഒന്നും വേണ്ട യാമപ്രാർത്ഥനകളൊക്കെ ഉള്ള ആപ്ലിക്കേഷനുണ്ട്, അത് തുറന്ന് നോക്കിയാൽ മതി. കൂടുതൽ അപ്രയം പിതാവിൻ്റെയാണ്. പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളിലൊക്കെ അപ്രയം പിതാവിൻ്റെ ഒരുപാട് കവിതാശകലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യാമപ്രാർത്ഥനയിലൊക്കെ എക്സ്റ്റെൻസീവ്ലി സീറോ മലബാർ സഭയുടെ ലിറ്റർജിയിലൊക്കെ ഉടനീളം അപ്രയം പിതാവിൻ്റെ കവിതാശകലങ്ങൾ, പ്രാർത്ഥനകൾ, ഗീതങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളം ഒക്കെ പടച്ചു വിടുന്നത്? നശിപ്പിച്ച മോശമല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ഒന്നെങ്കിൽ അറിവില്ലായ്മ പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും ധരിക്കുന്നില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, ആൾക്കാരെ മറ്റുള്ളവരെ മോശമാക്കാൻ വേണ്ടി ഒക്കെ പറയുന്നതാണ് ഇതൊക്കെ. അല്ലാതെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അറിവില്ലായ്മയിലാണെങ്കിൽ ഈ ലൈവൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്യണ്ടായോ? ചർച്ച് ഓഫ് ഈസ്റ്റിന് അപ്രയം പിതാവില്ലെന്ന്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അപ്രയം പിതാവ്. പിന്നെ ഈ ലൈവിനകത്ത് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് അവർക്ക് നർസായും ബാബായും ഒക്കെ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിനേക്കാളും മുമ്പുള്ള അപ്രയം പിതാവുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാവരുടെയും പൊതുപിതാവാണ്. ഇവരുടെയൊക്കെ റൈറ്റിങ്സൊക്കെ പൊതു പൈതൃകത്തിൻ്റെ ഭാഗമാണ്. എല്ലാ സഭകളും, ചർച്ച് ഓഫ് ഈസ്റ്റ് മാത്രമല്ല, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സുറിയാനി സഭ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സുറിയാനി സഭ, അതായത് ഏറ്റവും കൂടുതൽ ഫെയ്ത്ത്ഫുൾസ് ഉള്ള സുറിയാനി സഭ, അത് നമ്മുടെ സീറോ മലബാർ സഭയാണ്. ഏറ്റവും വലിയ സുറിയാനി സഭ. ആ സീറോ മലബാർ സഭയും അതുപോലെ തന്നെ മൽക്കേറ്റ് സഭ എന്ന 2 സഭകളാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും അതുപോലെ തന്നെ മൽക്കേറ്റ് കാത്തലിക് സഭയും. ഇത് 2 സുറിയാനി സഭകൾ തന്നെയാണ്. അവർക്കും സിറിയാക് ലിറ്റർജി ഉണ്ട്. ഇന്നും ഈ സഭകളൊക്കെ അവരുടെ റൂറൽ ഏരിയസിലൊക്കെ ഈ പണ്ട് മുതലേ ഉണ്ടായ സിറിയാക് ലിറ്റർജി ഇന്നും അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അവരുടെ അത് അന്ത്യോക്യ സഭയുടെ രീതി അങ്ങനെ തന്നെയായിരുന്നു. ഗ്രീക്കും സിറിയാക്കും മിക്സ്ഡ് ആയിരുന്നു. പ്രധാനമായിട്ടും ഗ്രീക്കായിരുന്നു, ഒഫീഷ്യലി ഗ്രീക്കായിരുന്നു. എന്നാലും റൂറൽ ഏരിയയിലൊക്കെ കൂടുതലും ഈ പറയുന്ന പോലെ സിറിയാക്, ഈ പറയുന്ന
ലിറ്റർജിക്കൽ പോർഷൻസ് അല്ലെങ്കിൽ ഗാനങ്ങളൊക്കെ അവർ ഇടയ്ക്ക് പാടിയിരുന്നു എന്നുള്ളതാണ്. ഇന്നും അതേ രീതി തന്നെയാണ് അവരും അവലംബിക്കുന്നത്. അപ്പം സുറിയാനി സഭകളിൽ ഏറ്റവും വലിയ സഭ നമ്മുടെ സീറോ മലബാർ സഭയാണ്. അതുപോലെ തന്നെ മെൽക്കൈറ്റ് സഭകൾ. പിന്നെ അതിന് മുന്നേ രണ്ടാമത്തെ സ്ഥാനത്ത് പറയേണ്ടത് ബൈ പോപ്പുലേഷൻ വലുപ്പത്തിൽ പറയേണ്ടത് അതിനു മുമ്പെയുള്ള മറോണിത്ത സഭയാണ്, മറോണൈറ്റ് സഭ. അപ്പം സീറോ മലബാർ സഭ കഴിഞ്ഞപ്പോൾ മറോണൈറ്റ് സഭ, പിന്നെ മെൽക്കൈറ്റ് സഭകൾ, അത് 2 സഭകളുണ്ട്. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന ബൈ പോപ്പുലേഷൻ ഈ നമ്മുടെ യാക്കോബായ സഭ. പിന്നീടാണ് ബാക്കി സഭകളൊക്കെ വരുന്നത്. കേരളത്തിലെ നമ്മുടെ സഭയുമൊക്കെ മറ്റേ മലങ്കര ഓർത്തഡോക്സ് സഭയും മലങ്കര കാത്തോലിക് സഭയും അതിനുശേഷം സിറിയൻ കാത്തോലിക് സഭയും, അതൊക്കെ വെസ്റ്റിറിയാക് ലിറ്റർജിയാണ്. അപ്പം വെസ്റ്റിറിയാക് ലിറ്റർജി ഉപയോഗിക്കുന്ന സഭകളിൽ കത്തോലിക്ക സഭകളും ഉണ്ട്. അതായത് ഇവർ തന്നെ ലിറ്റർജി ഉപയോഗിക്കുന്ന സഭകളിൽ കത്തോലിക്ക സഭകളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സിറിയാക് ലിറ്റർജി, അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് കൽദായ സഭ, കൽദായ കാത്തലിക് സഭ, അതുപോലെ തന്നെ അസറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏൻഷ്യൻ ചർച്ച് ഓഫ് ഈസ്റ്റ് ഉണ്ട്. അവർ 2-3 വിഭാഗമായിട്ട് പോയതുണ്ട്. അപ്പോൾ ഈ സഭകളൊക്കെ ഇവരൊക്കെ എക്സ്റ്റെൻസീവ്ലി അവരുടെ ത്രൂ ഔട്ട് ദി ലീഡ്, അത് കുർബാനയിലാകട്ടെ, അതുപോലെ തന്നെ ഫീസ്റ്റുകളിലുള്ള പ്രാർത്ഥനകളിലാകട്ടെ, നമസ്കാരക്രമങ്ങളിലൊക്കെ ആകട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന ലിറ്റർജി ഓഫ് അവർ യാമപ്രാർത്ഥനകളൊക്കെ ഇവിടെയൊക്കെ എക്സ്റ്റെൻസീവ്ലി അപ്രയം പിതാവിനെ ഈ സഭകളൊക്കെ എല്ലാ സഭകളും ഒരുപോലെ, മറോണീത്ത സഭയും മെൽക്കൈറ്റ് സഭകളും അതുപോലെ തന്നെ സിറിയൻ കാത്തലിക് സഭയും യാക്കോബായ സഭയും കൽദായ കത്തോലിക്ക സഭയും അസറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റും ഏൻഷ്യൻ അസറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റും ഇവരൊക്കെ കേരളത്തിലുള്ള നമ്മുടെ സഭകളെല്ലാം ഇവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാവരുടെയും പൊതു പൈതൃകമായിട്ട് ഉള്ളതാണ് ഈ ലിറ്റർജിക്കൽ പോർഷൻസ്, ഈ പറയുന്ന ഗീതങ്ങളും അപ്രയം പിതാവിൻ്റെ കൃതികളൊക്കെ. ഇതൊക്കെ പൊതു പൈതൃകമാണ്. മാത്രമല്ല പൊതുവായിട്ടുള്ള സഭ വിഭജിക്കുന്നതിന് മുമ്പേ ഉള്ള പിതാക്കന്മാരാണ്, എല്ലാവരുടെയും പിതാവാണ്. അതിങ്ങനെ ഒരാളുടെ മാത്രമല്ല വളരെ ഇടുങ്ങിയായിട്ടുള്ള ചിന്താഗതിയാണിത് അത്തരത്തിൽ. പക്ഷേ നമ്മൾ ആ ലിറ്റർജിക്കൽ പോർഷൻസ് നമ്മൾ ഈ പറയുന്ന കോട്ട്സൊക്കെ നോക്കുന്നുണ്ടെ അവരെങ്ങോട്ടേക്കാണ് പോയിരുന്നത്, അല്ലെങ്കിൽ അവർ ചിന്ത എങ്ങോട്ടേക്കായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയല്ലോ. കാരണം ഈ സെവറിയോസ് പഠിപ്പിച്ചത് അതിന് മുന്നേ ആരും പഠിപ്പിച്ചിട്ടില്ല. അത് പുതിയൊരു സാധനം കൊണ്ടുവന്നതാണ് സെവറിയോസ്. അപ്പോൾ സെവറിയോസ് കൊണ്ടുവന്ന പുതുപുത്തൻ ആശയം അത് സെവറിയോസിൻ്റെ മാത്രമാണ്. സെവറിയോസ് അതുകൊണ്ട് സെയിൻറ്റ് സിറിലിൻ്റെ തലയിലും കൊണ്ട് കെട്ടിവെക്കാൻ നോക്കി, അതുപോലെ തന്നെ മാർ അപ്രേമിൻ്റെ തലയിലും കൊണ്ട് കെട്ടിവെക്കാൻ നോക്കി. ഒന്നും നടന്നില്ല. ഞങ്ങൾ ഒരു സഭാപിതാക്കന്മാരും നിങ്ങൾക്ക് മാത്രമായിട്ട് പൊതുവേ എല്ലാവരുടെയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ വിട്ടുതരുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? അങ്ങനെ വിട്ടുതരും നിങ്ങളാരും വിചാരിക്കുകയും വേണ്ട. ഇതൊക്കെ എല്ലാവരുടെ സർവ്വസഭയുടെയും പിതാക്കന്മാരാണ്. അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ തെളിവിനായിട്ട് 1-2 തെളിവുകൾ ഞാൻ കാണിക്കാം. കാരണം സീറോ മലബാർ സഭയെ പറ്റിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇദ്ദേഹം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ സീറോ മലബാർ സഭയുടെ കുറച്ച് ലിറ്റർജിക്കൽ പോർഷൻസ് ഞാൻ കാണിക്കാം. നമുക്ക് സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനകൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOS-ലൊക്കെ അത് ലഭ്യമാണ്. സീറോ മലബാർ പ്രാർത്ഥനകൾ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്തിൽ അത് ഓപ്പൺ ചെയ്താൽ അതിനതിൽ പദങ്ങളും അർത്ഥങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് നോക്കിയാൽ മതി. അവിടെ വളരെ കൃത്യമായിട്ട് ചുരുക്കെഴുത്ത് പൂർണ്ണരൂപം എന്ന് പറഞ്ഞു ചുരുക്കെഴുത്ത് പൂർണ്ണരൂപം എന്നൊക്കെ കാണാൻ സാധിക്കും. അതിനതിൽ kam.nisib എന്നുള്ളത് അതിൻ്റെ പൂർണ്ണരൂപമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് സെയിൻറ്റ് എഫ്രൈം കാർമിന നിസിബന എന്നുള്ള എഴുതിയിരിക്കുന്നത്. അടുത്ത കോൺട്ര അതിന് എഴുതിയിരിക്കുന്നത് സെയിൻറ്റ് എഫ്രൈമിൻ്റെ കോൺട്ര ഹെറസീസ് അതായത് ഡി എക്ലേഷ്യ എന്നുള്ളതാണ്. സെയിൻറ്റ് എഫ്രൈം ഡി എക്ലേഷ്യ. അതുപോലെ തന്നെ സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഡി എപ്പിപഹാനിയ, സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഡി ഫിഡെ നമ്മളതൊന്ന് വായിച്ചാണ് ഓൾറെഡി ഇന്ന്. സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഡി നാറ്റിവിറ്റേറ്റ്, അതുപോലെ തന്നെ സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഡി റിസറക്ഷനെ, സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഡി വെർജിനേറ്റേറ്റ്, അതുപോലെ തന്നെ അങ്ങനെ സെയിൻറ്റ് എഫ്രൈമിൻ്റെ സെർമോ ഡി ഡോമിനോ നോസ്ട്രോ, സെയിൻറ്റ് എഫ്രൈമിൻ്റെ സൊജിത്ത. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികൾ, അതിൽ നിന്നുള്ള പദ്യശകലങ്ങൾ ലിറ്റർജിക്കൽ അവേഴ്സിൽ, അതായത് യാമപ്രാർത്ഥനകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്റ്റെൻസീവ്ലി ത്രൂ ഔട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എടുക്കുക തന്നെ വളരെ ദുഷ്കരമാണ്. അത് 1 by 1 ഓരോരോ ദിവസത്തെ പ്രാർത്ഥനകളാണ് നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കുന്നത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ഓരോ പ്രാർത്ഥനകളിലും സൈഡിൽ എഴുതിയിട്ടുണ്ടാവും എവിടെ നിന്നാണെന്നുള്ളത്. ഷോർട്ട് ഫോമിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് ഈ പറയുന്ന പോലെ പദങ്ങളിലും അർത്ഥങ്ങളിലും എടുത്താൽ
അവിടെ സെയിൻറ്റ് എഫ്രൈമിൻ്റെയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ കോട്ട്സ് വന്നിരിക്കുന്നത് സെയിൻറ്റ് എഫ്രൈമിൽ നിന്നാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു പുസ്തകം കൂടി കാണിക്കാം. അവിടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് യാമപ്രാർത്ഥന ഒരു പഠനം സീറോ മലബാർ സഭ എന്നുള്ള ഫാദർ ജോൺ മൂലൻ്റെ 2023 പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ 9-ാം അധ്യായം പൗരസ്ത്യ സുറിയാനി യാമപ്രാർത്ഥന രചയിതാക്കൾ എന്നുള്ള അധ്യായത്തിൽ ആമുഖമായിട്ട് പറഞ്ഞിങ്ങനെയാണ്: എല്ലാ സഭകളിലും യാമപ്രാർത്ഥനയുടെ ഗീതങ്ങളുടെയും അപേക്ഷകളുടെയും രചയിതാക്കളായി സഭാപിതാക്കന്മാരെയും സഭാപ്രബോധകരെയും മൽപ്പാന്മാരെയും കാണാം. പൗരസ്ത്യ സുറിയാനി സഭയുടെ യാമപ്രാർത്ഥന രചയിതാക്കളാണ് താഴെ കാണുന്നത്. അതുകൊണ്ട് ആദ്യം കാണുന്നത് തന്നെ അപ്രൈമിൻ്റെ പേരാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് അറിയപ്പെടുന്ന അപ്രൈമിൻ്റെ കാവ്യാത്മകതയും വിശുദ്ധ ഗ്രന്ഥ പ്രചോദിതവും ദൈവശാസ്ത്രപരമായ മതബോധനാത്മകമായ ഗീതങ്ങളും ഗാനങ്ങളും പ്രാർത്ഥനകളും സഭയുടെ മുതൽക്കൂട്ടാണ്. കാവ്യാത്മകമായ ആസ്വാദ്യജനകവും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവുമായ വചനശക്തിദായകവും ദൈവശാസ്ത്രപരമായ ക്രിസ്തുവിജ്ഞാന സമ്പന്നവും മതബോധനാത്മകവുമായ വിശ്വാസ പ്രചോദിതമാകുന്നു ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിസിബിസിലെ യാക്കോബ്, അങ്ങനെ ലിസ്റ്റ് പറയുന്നുണ്ട്, ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്. അതിനകത്തിൽ ആദ്യം പറയുന്ന ലിസ്റ്റ് തന്നെ അപ്രൈം പിതാവിൻ്റെ പേരാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലിറ്റർജിക്കൽ പുസ്തകങ്ങളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കുർബാനക്രമത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളിലും ഫീസ്റ്റിൻ്റെ പ്രത്യേക നമസ്കാരങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഈ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ മാറപ്രൈമിൻ്റെ ആണെന്ന് എഴുതി വെച്ചിട്ടില്ല. അതേസമയം അതിൻ്റെ ഇൻഡെക്സിലേക്ക് പോകുന്നുണ്ടെ വളരെ കൃത്യമായിട്ട് അപ്രൈമിൻ്റെ ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ തപ്പി കൃത്യമായിട്ട് നമുക്ക് ഏതൊക്കെ മാറപ്രൈമിൻ്റെ ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളൂ. ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഇത് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അല്ലെങ്കിൽ യാമപ്രാർത്ഥനകൾ എന്ന് പറയുന്ന റംഷ, ലലീല, സപ്ര അതൊക്കെയുള്ള പുസ്തകമാണ്. അതിനകത്തിലെ അതിൻ്റെ 1817 പേജിലാണ് ഈ പറയുന്ന ചുരുക്കെഴുത്തും പൂർണ്ണരൂപങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ അഫ്രൈമിൻ്റെ വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ഇവിടെ നമുക്ക് ഓരോരോ പ്രാർത്ഥനകൾ എടുത്ത് നോക്കുന്നതിന് എവിടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ വളരെ ചുരുക്കം പേജുകൾ മാത്രം പറയുന്നത്. ഉദാഹരണത്തിന് 31-ാമത്തെ പേജ് ഇവിടെ പറയുന്നത് ഡി നാറ്റിവിറ്റി 1:13 എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് മാറപ്രൈമിൻ്റെ കവിതാശകലത്തിൽ നിന്നുള്ളതാണ്, ഡി നാറ്റിവിറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 33-ാമത്തെ പേജിലും അത് തന്നെ ഡി നാറ്റിവിറ്റി എന്നുള്ളത് തന്നെ 26:9 കൃത്യമായിട്ട് അവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഈ പേജ് കണ്ടല്ലോ, ഇത് കാർമന നെസിബിന എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 34-ാമത്തെ പേജാണ്. തന്നെ ഇപ്പോൾ തന്നെ 10 വരി കാണിക്കാമെന്നല്ലോ ചോദിച്ചു. ഇപ്പോൾ എത്ര വരികളായി ഇപ്പോൾ ഓൾറെഡി. ഇത് 375-ാമത്തെ പേജ് എന്നുള്ളതാണ്. ഇത് ഇവിടെ ഡി വെർജിൻ 8. അപ്പം ഇവിടെ ഡി വെർജിൻ 51:11 എന്ന് കാണിക്കുന്നുണ്ട്. അത് മാറപ്രൈം പിതാവിൻ്റെ കവിതാശകലത്തിൽ നിന്നുള്ളതാണ്. ഇത് 376-ാമത്തെ പേജിലാണ്. ഇവിടെ സെർമോ ഡി ഡൊമിനോ നോസ്ട്രോ എന്ന് എടുത്തിട്ടുള്ളതാണിത്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും അപ്രൈം പിതാവിൻ്റെ പ്രാർത്ഥനാശകലമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏത് പേജ് തുറന്ന് നോക്കിയാലും അവിടെ എവിടെയായിട്ടൊക്കെ ഇത് അപ്രൈം പിതാവിൻ്റെ പ്രാർത്ഥനകൾ, ഗീതങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സീറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് നമസ്കാരക്രമം, മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിക്കാം. ഈ കാണുന്നത് മാതാവിൻ്റെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട മാതോത്സവങ്ങൾ എന്ന് പറയുന്നതാണ്. അതിനകത്തിൽ ഇതിൻ്റെയൊക്കെ ഉറവിട സൂചികയായിട്ട് കൊടുത്തിരിക്കുന്ന പേജാണ് 409 മുതലുള്ളത്. അവിടെയൊക്കെ നോക്കി, ഇവിടുത്തെ 4ാമത് കൊടുത്തിരിക്കുന്ന സോജിത്ത എന്നുള്ളത് അത് അപ്രൈമിൻ്റെ ആണ്. അതുപോലെ തന്നെ സോജിത്ത 11:9 അതും അപ്രൈം പിതാവിൻ്റെയാണ്. ഡി നേറ്റിവിറ്റി 8 അതും 12:1 അതും അപ്രൈം പിതാവിൻ്റെയാണ്. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഇവിടെയൊക്കെ ഒരുപാട് അപ്രൈം പിതാവ്, ഡി നേറ്റിവിറ്റി തന്നെ ഇഷ്ടംപോലെ വേറെ വേഴ്സസ് ഉണ്ട്. അപ്പം ഇവിടൊക്കെ എക്സ്റ്റെൻസീവ്ലി കാണാം. 411 നോക്കുകയാണെങ്കിൽ ഡി ഫിഡേ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെർമോഡേ കാണാൻ പറ്റും. പിന്നെ ഡി നേറ്റിവിറ്റേറ്റ് കാണാൻ പറ്റും. അതുപോലെ ഡി റിസറക്ഷനെ കാണാൻ പറ്റും. കാർമന നെസിബിസ് കാണാം, സുജിത്ത കാണാൻ പറ്റും. അങ്ങനെ ഇവിടെയൊക്കെ അപ്രൈം പിതാവിൻ്റെ രചനകളൊക്കെ വളരെ കൃത്യമായിട്ട് ഗീതങ്ങളൊക്കെ അവരുടെ നമസ്കാരക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പം ഒരു 10 വരി പോലും കാണാനില്ലെന്നൊക്കെ പറയുന്നത് വളരെ പുച്ഛിക്കുന്നതും അനാവശ്യവും അബദ്ധജടലുമാണ്. ഇങ്ങനത്തെയൊക്കെ വിവരക്കേടുകൾ പറയാതിരിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ലൈവിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത്? ഇപ്പം അതെത്ര പേര് കണ്ടു കാണും. ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ വിചാരിക്കുക ഇവിടെ ഒന്നുമില്ല, പ്രേംപിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? എന്ത് സാധിക്കാനാണ് അതുകൊണ്ട്? സത്യം പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ സാധിക്കുകയല്ലേ വേണ്ടത്? ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും റൈറ്റ്ലി അവരെ റെപ്രസെൻ്റ് ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് ഒരാളെ ഇഷ്ടമല്ല, ഈ സഭയോട് ഭയങ്കര അസൂയയും അല്ലെങ്കിൽ ഈ സഭയോട് ഭയങ്കര പഴകയും വിദ്വേഷവും ഒക്കെയാണ്, അത് ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ലൈവിലെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അവരെ റൈറ്റ്ലി റെപ്രസെൻ്റ് ചെയ്യുക എന്നൊരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി മിനിമം കാണിക്കരുതോ? അത് കാണിക്കാതെ ഇത്ര പച്ചക്കള്ളം വരുന്നു പറയുന്നത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അപ്രേം പിതാവ് ഒരിക്കലും ഒരു മിയാഫിസേറ്റ് ആയിരുന്നില്ല. ഒരിക്കലും സെവറിയസ് പഠിപ്പിച്ച പാഷാൻ്റെ ഉപദേശത്തിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല. വളരെ കൃത്യമായ സത്യോപദേശത്തിൽ നിലനിന്നിരുന്ന പുണ്യപിതാവാണ് അപ്രേം പിതാവ്. മാത്രമല്ല ഡയോഫിസേറ്റിസം എന്ന സഭയുടെ സത്യോപദേശം അതിന് അടിത്തറയിട്ട സഭാപിതാക്കന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളിലൂടെ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തെളിയിച്ചത്. വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല സർവ്വസഭകളുടെയും പുണ്യപിതാവാണ് അപ്രേം പിതാവ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളൊക്കെ ലിറ്റർജിയിൽ എക്സ്റ്റൻസീവ്ലി ഉപയോഗിക്കുന്നുണ്ട്. അത് സിറോ മലബാർ സഭയും മറോണിത്ത സഭയും അതുപോലെ തന്നെ ബൽക്കേറ്റ് സഭകളും അതുപോലെ തന്നെ സിറിയൻ കാത്തലിക് സഭകളും അതുപോലെ യാക്കോബയ സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും മലങ്കര കത്തോലിക്ക സഭയും ഈ സഭകളൊക്കെ അതുപോലെ തന്നെ കൽദായ സഭകളും സിറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റും അതുപോലെ തന്നെ ഏൻഷ്യൻ ചർച്ച് ഓഫ് ഈസ്റ്റ് ഇവരൊക്കെ ഈ സഭകളൊക്കെ എക്സ്റ്റെൻസീവ്ലി ഈ പുണ്യപിതാവിൻ്റെ ഗീതങ്ങൾ തങ്ങളുടെ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരാതിരിക്കട്ടെ. സിറോ മലബാർ സഭയുടെ ലിറ്റർജിയിലുള്ളത് അത്രയും ഒരുപക്ഷെ യാക്കോബ സഭയുടെ ലിറ്റർജിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രമാത്രം എവിടെ നോക്കിയാലും അപ്രേം പിതാവിൻ്റെ കവിതാശകളിൽ നിന്നുള്ള ഉദ്ധരണികളാണ് കാണുന്നത്. അപ്പോൾ വാസ്തവം അങ്ങനെ ആയിരിക്കെ 10 വരി പോലില്ലെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശവും പച്ച കള്ളവുമാണ്, വെറും നുണയാണ്, നുണപ്രചാരണങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ വീഴാതിരിക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.